ഡിയർ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ വിദ്യാർത്ഥികളെ, നിങ്ങളുടെ ബിസിനസ് സ്റ്റഡീസ് വിഷയത്തിൻ്റെ മുൻ വർഷങ്ങളിൽ നടന്ന വിവിധ പൊതുപരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളെ ആധാരമാക്കി തയ്യാറാക്കിയ വീഡിയോ സീരീസിലെ 9ാമത്തെ വീഡിയോ ആണിത്. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫങ്ഷണൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന 9ാമത്തെ ചാപ്റ്ററിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ആദ്യത്തെ 8 വീഡിയോകൾ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ 1ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ച വർഷം മാർച്ച് 2018, മാർക്ക് 1. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആർ ഓൾസോ കോൾഡ് ആസ് ഡാഷ്. ദീർഘകാല നിക്ഷേപ തീരുമാനങ്ങളെ ഡാഷ് എന്ന പേരിൽ വിളിക്കുന്നു. എ. വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻസ്, ബി. ഡിവിഡൻഡ് ഡിസിഷൻസ്, സി. ഫിനാൻസിംഗ് ഡിസിഷൻസ്, ഡി. ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസ്. കറക്റ്റ് ആൻസർ ഡി. ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസ്. Second question, year June 2018, score 1. The cheapest source of finance is. ഏറ്റവും ചിലവ് കുറഞ്ഞ സാമ്പത്തിക ഉറവിടമാണ് ഡാഷ്. എ. ഇക്വിറ്റി ഷെയർ, ബി. റീറ്റെയിൻഡ് ഏർണിംഗ്സ്, സി. പ്രിഫറൻസ് ഷെയർ, ഡി. ഡിബെഞ്ചർ. കറക്റ്റ് ആൻസർ ഈസ് ബി. റീറ്റെയിൻഡ് ഏർണിംഗ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇയർ മാർച്ച് 2019, സ്കോർ 1. ഹിൻഡ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഡാഷ്. സൂചന, ദീർഘകാല നിക്ഷേപ തീരുമാനം, മൂലധന നിക്ഷേപ തീരുമാനം, ഹ്രസ്വകാല നിക്ഷേപ തീരുമാനം ഡാഷ്. ആൻസർ ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ. അടുത്ത ചോദ്യം, വർഷം 2020, മാർച്ച്, സ്കോർ 1. ചൂസ് ദ കറക്റ്റ് ഇക്വേഷൻ റിലേറ്റിംഗ് ടു വർക്കിംഗ് ക്യാപിറ്റൽ. പ്രവർത്തന മൂലധനവുമായി ബന്ധപ്പെട്ട ശരിയായ സമവാക്യം ഏത്? എ. കറണ്ട് അസറ്റ്സ് പ്ലസ് ഫിക്സഡ് അസറ്റ്സ്, ബി. കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്, സി. കറണ്ട് അസറ്റ്സ് മൈനസ് ഫിക്സഡ് ലയബിലിറ്റീസ്, ഡി. കറണ്ട് അസറ്റ്സ് പ്ലസ് കറണ്ട് ലയബിലിറ്റീസ്. കറക്റ്റ് ആൻസർ ഈസ് ബി. കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇയർ ജൂലൈ 2020, സ്കോർ 1. ദ എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റീസ് ആർ നോൺ ആസ് ഡാഷ്. ഹ്രസ്വകാല ബാധ്യതകളേക്കാൾ അധികമുള്ള ഹ്രസ്വകാല ആസ്തികളുടെ മൂല്യത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ എ. ഫിക്സഡ് ക്യാപിറ്റൽ, ബി. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, സി. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ഡി. ക്വിക്ക് അസറ്റ്സ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇയർ 2020, മോഡൽ എക്സാമിനേഷൻ, സ്കോർ 1. എ ഡിസിഷൻ ടു കൺസ്ട്രക്ട് എ ന്യൂ ബിൽഡിംഗ് ഫോർ ദ ബിസിനസ് ഈസ് ഡാഷ്. ബിസിനസ്സിന് വേണ്ടി ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള തീരുമാനം ഡാഷ് ആകുന്നു. ഓപ്ഷൻ എ. ഫിനാൻസിംഗ് ഡിസിഷൻ, ബി. വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ, സി. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഡി. നൺ ഓഫ് ദീസ്. ശരി ഉത്തരം സി. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അടുത്ത ചോദ്യം, വർഷം 2018, ജൂൺ, സ്കോർ 2. ഡിസ്ക്രൈബ് ദ കൺസെപ്റ്റ് ഓഫ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന ആശയം വിശദീകരിക്കുക. നമുക്ക് ഉത്തരം നോക്കാം. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി റെഫേഴ്സ് ടു ദ ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസ് ലൈക്ക് ഇൻട്രസ്റ്റ്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിലും എഴുതാം, എംപ്ലോയിങ് ചീപ്പർ ഡെറ്റ് ഓർ അതർ ഫിക്സഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് ഫോർ എൻഹാൻസിംഗ് ദ ഏർണിംഗ്സ് ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഈസ് കോൾഡ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇയർ മാർച്ച് 2018, സ്കോർ 2. ഗിവ് 4 എക്സാമ്പിൾസ് ഓഫ് കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റിന് 4 ഉദാഹരണങ്ങൾ നൽകുക. ആൻസർ നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക്, സൺട്രി ഡെറ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതുപോലെ ഏതെങ്കിലും 4 കറണ്ട് അസറ്റ്സ് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇയർ മാർച്ച് 2019, സ്കോർ 2. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിംഗ്. സാമ്പത്തിക ആസൂത്രണത്തിന് അർത്ഥം എന്താണെന്ന് ചുരുക്കി വിവരിക്കുക. ആൻസർ, ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ ഫണ്ട് റിക്വയർമെൻറ്റ് ഓഫ് എ ബിസിനസ് ആൻഡ് സ്പെസിഫൈയിങ് ദ സോഴ്സസ് ഓഫ് ഫണ്ട്സ്. അടുത്ത ചോദ്യം, ജൂൺ 2019, മാർക്ക് 3. വിച്ച് ഡിസിഷൻ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിറ്റർമൈൻസ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ടു ബി റീറ്റെയിൻഡ് ഇൻ ദ ബിസിനസ്. എക്സ്പ്ലെയിൻ എനി 2 factors affecting this decision.
ബിസിനസ്സിൽ നിലനിർത്തേണ്ട ലാഭത്തിൻ്റെ പങ്കിനെക്കുറിച്ച് തീരുമാനിക്കുന്ന ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമേത്? ഈ തീരുമാനത്തെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും 2 ഘടകങ്ങൾ വിവരിക്കുക. നമുക്ക് ആൻസർ നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ള തീരുമാനം ഡിവിഡൻഡ് ഡിസിഷനാണ്. ഡിവിഡൻഡ് ഡിസിഷനെ തീരുമാനിക്കുന്ന 11 പോയിൻറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും 2 പോയിൻറ്റ്സ് എഴുതി വിശദീകരിക്കുക. എമൗണ്ട് ഓഫ് ഏർണിങ്സ്, സ്റ്റെബിലിറ്റി ഓഫ് ഏർണിങ്സ്, സ്റ്റെബിലിറ്റി ഓഫ് ഡിവിഡൻഡ്, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്, cash flow position, shareholders preferences, taxation policy, stock market reaction, access to capital market, legal constraints, contractual constraints. Next question, year March 2020, score 3. Explain the concept of financial planning. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം വിശദീകരിക്കുക. നമുക്ക് ആൻസർ നോക്കാം. ഫിനാൻഷ്യൽ പ്ലാനിംഗ്, preparation of financial blueprints of firm's future operation. Process of determining the objectives, policies, procedures, programs and budgets to deal with financial activities, that is procuring, utilizing and administration of fund. അടുത്ത ചോദ്യം, വർഷം ജൂലൈ 2020, സ്കോർ 3. Decision regarding investment in long-term assets are called as capital budgeting decisions. Describe any 3 factors which affect such decisions to be taken by a financial manager. ദീർഘകാല ആസ്തികളിലുള്ള നിക്ഷേപ തീരുമാനത്തെ മൂലധന ബജറ്റിംഗ് തീരുമാനങ്ങൾ എന്നറിയപ്പെടുന്നു. ഒരു ധനകാര്യ മാനേജറുടെ ഇത്തരം തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും 3 ഘടകങ്ങളെപ്പറ്റി വിവരിക്കുക. നമുക്ക് ആൻസർ നോക്കാം. ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ള തീരുമാനത്തെ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എന്നാണ് പറയുക. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസ്. താഴെ പറയുന്ന പോയിൻറ്റ്സ് എഴുതി വിശദീകരിക്കുക. ക്യാഷ് ഫ്ലോ ഓഫ് പ്രോജക്റ്റ്, റേറ്റ് ഓഫ് റിട്ടേൺ, ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇയർ മോഡൽ 2020, സ്കോർ 3. സ്റ്റേറ്റ് എനി 3 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിനാൻസിംഗ് ഡിസിഷൻ ഓഫ് എ ഫേം. ഒരു സ്ഥാപനത്തിൻ്റെ ധനസമാഹരണ തീരുമാനത്തെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും 3 ഘടകങ്ങൾ എഴുതുക. നമുക്കിതിൻ്റെ ഉത്തരം നോക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിനാൻസിംഗ് ഡിസിഷൻസ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെങ്കിലും 3 എണ്ണം എഴുതുക. കോസ്റ്റ്, റിസ്ക്, ഫ്ലോട്ടേഷൻ കോസ്റ്റ്, ക്യാഷ് ഫ്ലോ പൊസിഷൻ ഓഫ് ദ കമ്പനി, കൺട്രോൾ കൺസിഡറേഷൻസ്. അടുത്ത ചോദ്യം, മാർക്ക് 8, വർഷം 2018, മാർച്ച്. വാട്ട് ഡു യു മീൻ ബൈ ക്യാപിറ്റൽ ബജറ്റിംഗ്? ഡിസ്ക്രൈബ് വേരിയസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസ്. ക്യാപിറ്റൽ ബജറ്റിംഗ് എന്നതുകൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത് എന്ത്? ക്യാപിറ്റൽ ബജറ്റിംഗ് തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങൾ വിശദീകരിക്കുക. നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം. ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ ഇൻവോൾവ്സ് അലോക്കേഷൻ ഓഫ് ഫേംസ് ക്യാപിറ്റൽ ടു ഡിഫറെൻറ്റ് പ്രോജക്ട്സ് ഓർ അസറ്റ്സ് വിത്ത് ലോങ് ടേം ഇംപ്ലിക്കേഷൻസ് ഫോർ ദ ബിസിനസ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസ്. താഴെ കൊടുത്തിരിക്കുന്ന പോയിൻറ്റ്സ് എഴുതി വിശദീകരിക്കുക. ക്യാഷ് ഫ്ലോ ഓഫ് പ്രോജക്റ്റ്, റേറ്റ് ഓഫ് റിട്ടേൺ, ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ. ഫിക്സഡ് ക്യാപിറ്റൽ ഡിസിഷൻസിനെ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസ് എന്ന് പറയുന്നതുകൊണ്ട് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിക്സഡ് ക്യാപിറ്റൽ ഡിസിഷൻസ് എന്ന ടോപ്പിക്കിലുള്ള പോയിൻറ്റ്സ് കൂടി നമുക്ക് എഴുതാവുന്നതാണ്. നാച്ചർ ഓഫ് ബിസിനസ്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, ചോയ്സ് ഓഫ് ടെക്നിക്സ്, ടെക്നോളജി അപ്ഗ്രഡേഷൻ, ഗ്രോത്ത് പ്രോസ്പെക്ട്സ്, ഡൈവേഴ്സിഫിക്കേഷൻ, ഫിനാൻസിംഗ് ആൾട്ടർനേറ്റീവ്സ്, ലെവൽ ഓഫ് കൊളാബറേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇയർ മോഡൽ 2020, സ്കോർ 8. Niranjan is appointed as a finance manager of a newly established company in Kochi. What are the factors he should consider for determining fixed capital requirement of the company? നിരഞ്ജനെ കൊച്ചിയിൽ പുതുതായി തുടങ്ങിയ ഒരു കമ്പനിയുടെ ഫിനാൻസ് മാനേജറായി നിയമിച്ചു. ആ കമ്പനിയുടെ സ്ഥിര മൂലധനം എത്രയാണെന്ന് തീരുമാനിക്കുമ്പോൾ അദ്ദേഹം പരിഗണിക്കേണ്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ഇവിടെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിക്സഡ് ക്യാപിറ്റൽ ഡിസിഷൻസ് ഇതാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ പറയുന്ന 8 പോയിൻറ്റ്സ് എഴുതി വിശദീകരിക്കുക. നാച്ചർ ഓഫ് ബിസിനസ്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, ചോയ്സ് ഓഫ് ടെക്നിക്സ്, ടെക്നോളജി അപ്ഗ്രഡേഷൻ, ഗ്രോത്ത് പ്രോസ്പെക്ട്സ്, ഡൈവേഴ്സിഫിക്കേഷൻ, ഫിനാൻസിംഗ് ആൾട്ടർനേറ്റീവ്സ്, ലെവൽ ഓഫ് കൊളാബറേഷൻ. അടുത്ത ചോദ്യം, ഇയർ ജൂൺ 2018, മാർക്ക് 8. ഡിസ്ക്രൈബ് ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ മൂലധന ഘടനയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വിശദീകരിക്കുക. അടുത്ത ഒരു ചോദ്യം കൂടി നോക്കാം. ഇയർ ജൂൺ 2019, മാർക്ക് 8. ദിസ് കൺസെപ്റ്റ് റെഫേഴ്സ് ടു ദ മിക്സ് ബിറ്റ്വീൻ ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട് ഇൻ ദ ക്യാപിറ്റലൈസേഷൻ. ഉടമസ്ഥ മൂലധനവും വായ്പാ മൂലധനവും മൂലധനവൽക്കരണത്തിൽ എങ്ങനെ മിശ്രണം ചെയ്തിരിക്കുന്നു എന്നതാണ് ഇത്.
ഐഡൻറ്റിഫൈ ഇറ്റ്, ഇത് ഏതെന്ന് തിരിച്ചറിയുക. എക്സ്പ്ലെയിൻ ദ വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് ഇറ്റ്, ഇതിനെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങളെക്കുറിച്ച് വിവരിക്കുക. മറ്റൊരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. ഇയർ ജൂലൈ 2020, സ്കോർ 8. ഡിറ്റർമിനേഷൻ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. എക്സ്പ്ലെയിൻ എനി 8 സച്ച് ഫാക്ടേഴ്സ്. ഒരു കമ്പനിയുടെ മൂലധന ഘടനയുടെ നിർണ്ണയം അനേകം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അത്തരം ഏതെങ്കിലും 8 ഘടകങ്ങൾ വിശദമാക്കുക. ഈ 3 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ ഒന്നുതന്നെയാണ്. 17A ക്വസ്റ്റിന് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നെഴുതുക. 17B ക്വസ്റ്റിന് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ, അതിൽ ഏതെങ്കിലും 6 പോയിന്റ്സ് എഴുതി വിശദീകരിക്കുക. 16ാമത്തെയും 18ാമത്തെയും ചോദ്യത്തിന് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഏതെങ്കിലും 8 പോയിന്റ്സ് എഴുതി വിശദീകരിക്കുക. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫ്ലോട്ടേഷൻ കോസ്റ്റ്, റിസ്ക് കൺസിഡറേഷൻ, ഫ്ലെക്സിബിലിറ്റി, കൺട്രോൾ, റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻസ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് അതർ കമ്പനീസ്, ക്യാഷ് ഫ്ലോ പൊസിഷൻ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, കോസ്റ്റ് ഓഫ് ഡെറ്റ്, ടാക്സ് റേറ്റ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അടുത്ത ചോദ്യം, വർഷം മാർച്ച് 2020, സ്കോർ 8. എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഓഫ് എ കമ്പനി. എനി 8 പോയിന്റ്സ്. ഒരു കമ്പനിയുടെ പ്രവർത്തന മൂലധനത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ വിവരിക്കുക. ഏതെങ്കിലും 8 എണ്ണം. നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻസ്: നാച്ചർ ഓഫ് ബിസിനസ്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ്, ബിസിനസ് സൈക്കിൾസ്, സീസണൽ ഫാക്ടേഴ്സ്, പ്രൊഡക്ഷൻ സൈക്കിൾ, ക്രെഡിറ്റ് അലൗഡ്, ക്രെഡിറ്റ് അവൈൽഡ്, ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, ഗ്രോത്ത് പ്രോസ്പെക്ട്സ്, ലെവൽ ഓഫ് കോമ്പറ്റീഷൻ, ഇൻഫ്ലേഷൻ. ഇവയിൽ ഏതെങ്കിലും 8 പോയിന്റ്സ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ വീഡിയോയിലെ അവസാന ചോദ്യമാണിത്. ഇയർ മാർച്ച് 2019, സ്കോർ 8. വൺ ഓഫ് ദ ഫിനാൻഷ്യൽ ഡിസിഷൻ റിലേറ്റ്സ് ടു ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്സ് ടു ബി റീറ്റൈൻഡ് ഇൻ ദ ബിസിനസ്. ഐഡൻറ്റിഫൈ ദ ഫിനാൻഷ്യൽ ഡിസിഷൻ. എക്സ്പ്ലെയിൻ എനി 7 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദിസ് ഡിസിഷൻ. ഒരു കമ്പനിയുടെ ലാഭത്തിൽ നിന്ന് എന്തുമാത്രം തുകയാണ് ഭാവിയിലേക്ക് മാറ്റിവെക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് കമ്പനിയുടെ സാമ്പത്തിക തീരുമാനങ്ങളിൽ ഒരെണ്ണമാണ്. ഈ സാമ്പത്തിക തീരുമാനം ഏതെന്ന് കണ്ടെത്തുക. ഈ സാമ്പത്തിക തീരുമാനത്തെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും 7 ഘടകങ്ങൾ വിവരിക്കുക. നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം. ഇവിടെ ചോദിച്ച ഫിനാൻഷ്യൽ ഡിസിഷൻ ഡിവിഡൻഡ് ഡിസിഷനാണ്. അടുത്തതായി ചോദിച്ചിരിക്കുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിവിഡൻഡ് ഡിസിഷൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെങ്കിലും 7 പോയിന്റ്സ് എഴുതി വിവരിക്കുക. എമൗണ്ട് ഓഫ് ഏർണിംഗ്സ്, സ്റ്റെബിലിറ്റി ഓഫ് ഏർണിംഗ്സ്, സ്റ്റെബിലിറ്റി ഓഫ് ഡിവിഡൻഡ്, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്, ക്യാഷ് ഫ്ലോ പൊസിഷൻ, ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസസ്, ടാക്സേഷൻ പോളിസി, സ്റ്റോക്ക് മാർക്കറ്റ് റിയാക്ഷൻ, ആക്സസ് ടു ക്യാപിറ്റൽ മാർക്കറ്റ്, ലീഗൽ കൺസ്ട്രെയിൻസ്, കോൺട്രാക്ച്വൽ കൺസ്ട്രെയിൻസ്. ഡിയർ സ്റ്റുഡൻസ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.